അപ്പം നമ്മൾ അടിച്ച മാങ്ങ ഉണ്ടാക്കാൻ പോകുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ് നമ്മൾ മാങ്ങയുടെ എല്ലാ ചൊനയും കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ എല്ലാം അരിഞ്ഞെടുക്കാം. ഗൈസ് കുറച്ചധികം ചെത്തിപ്പോയി ഗൈസ്. അപ്പോൾ അടുത്ത മാങ്ങ എടുത്തു ഗൈസ്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുറച്ച് വലുതായിട്ടൊക്കെ ചെത്തിപ്പോയത്. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ശരിയാക്കാം ഗൈസ്. ഇത് പച്ചയാണ് ഗൈസ്. ഇത് നമ്മൾ കുറച്ച് പച്ചയായിപ്പോയി പറിച്ചത്. നമ്മളിങ്ങനെ മാങ്ങ ഇതിനു മുമ്പ് പറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ നല്ല ചെനച്ചതാണ്, പഴുത്തല്ല. യെല്ലോ കളറാണെങ്കിലും ചെനച്ച മാങ്ങയാണ് ഗൈസ്. ഇതൊന്ന് അരിഞ്ഞ് തീർക്കട്ടെ ഗൈസ്. ഞാൻ മൊത്തം അരിഞ്ഞിട്ട് വരാം ഗൈസ്. എല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാ മാങ്ങയും അരിഞ്ഞിട്ടുണ്ട്. ഇനി മസാല തേക്കാം. അപ്പം നമ്മൾ മസാല നേരത്തെ തന്നെ ഒരു ഇതിൻ്റെ അകത്ത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒഴിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിക്സ് ചെയ്താൽ മതി. മസാല തികയുമെന്ന് ചാൻസ് ഉണ്ട് ഗൈസ്, തികയാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി മസാല ഇതാക്കാണ്ട് വരും. പിന്നെ നേരത്തെ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും, കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വർക്ക്ഷോപ്പാണ് ഗൈസ്. അതുകൊണ്ടാണ്, ക്ഷമിക്കണം കേട്ടോ ഗൈസ്. നല്ലോണം മസാല തേക്കുന്നുണ്ട്. നമുക്ക് മസാല തികയത്തില്ല എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വീണ്ടും മസാല ഉണ്ടാക്കാണ്ട് വരും. ഇതുപോലെ പണി കിട്ടും ചില സമയത്ത്. ഇപ്പോൾ ഒരെണ്ണം അതിസാഹസ്യമായി നമ്മൾ തീർത്തിട്ടുണ്ട്. നമ്മൾ അധികം മസാല തേക്കുന്നില്ല, കാരണം നമ്മുടെ കയ്യിൽ മസാല തികയാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ തികയാത്തത് ഏറ്റവും ലാസ്റ്റ് കുറച്ചും കൂടി മസാല ഉണ്ടാക്കിയിട്ട് തേച്ച് കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് അധികം മസാല തേക്കുന്നില്ല. നിങ്ങൾ ഒന്നോ രണ്ടോ മാങ്ങയൊക്കെ എടുക്കണമെങ്കിൽ ഈ മസാല തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിൽ നമ്മൾ കുറച്ച് മസാല കുറച്ച് കട്ടിക്കാണ് എടുത്തേക്കുന്നത്. അധികം വെളിച്ചെണ്ണ വെച്ചിട്ടില്ല. ആദ്യത്തെ ഭയങ്കര വെള്ളം പോലെ ഇരുന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് എടുത്തിട്ട് ഇത്ര കട്ടിക്കും. ഞാൻ ഒന്നെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് മൊത്തം തേച്ച് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമുക്ക് വേറെ വെള്ള തുണിയൊന്നും കിട്ടിയില്ല. യൂട്യൂബിൽ കാണുന്ന പോലെ നമുക്ക് എൻ്റെ അമ്മയുടെ ഒരു നീല ഷാളാണ് കിട്ടിയത്. ഉപയോഗിച്ചിട്ടൊന്നുമില്ല, പുതിയ ഷാളാണ് ഗൈസ്. പക്ഷേ ഇത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളിത് എടുക്കണം. ഓരോ മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഗൈസ്. നമ്മൾ മൊത്തം 5 മാങ്ങ എടുത്തു. ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോപ്പായി പോയതാണ് കേട്ടോ. ഇത് 3ാമത്തെ മാങ്ങ ഗൈസ്, 4ാമത്തെ മാങ്ങ. ബാക്കി നമ്മൾ ചെയ്ത് വെച്ച കുറച്ച് മാങ്ങ ഉണ്ട് ഗൈസ്. അരിഞ്ഞപ്പോൾ ചെത്തിനാണ്. കുറേയൊക്കെ ഇവർ രണ്ടുപേരും കണ്ണും കുഞ്ഞും തിന്നിട്ടുണ്ട് ഗൈസ്. ബാക്കിയുള്ളത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അപ്പോൾ നമ്മൾ കിഴി പൊതിയൽ ചടങ്ങാണ്. ഒരു സൈഡിൽ നിന്ന് പൊതിയുന്നുണ്ട്, അടുത്ത സൈഡിൽ നിന്ന് പൊതിയാണെങ്കിൽ നല്ലോണം പൊതിയണം. കാരണം ഇത് ഒരു വലിയ ഷോളാണ്. നല്ലോണം നമ്മൾ പൊതിഞ്ഞെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പൊട്ടിപ്പോകാന്ന് വെച്ചാൽ കിഴി വിട്ടു പോയാൽ പിന്നെ നമ്മുടെ മാങ്ങ നിലത്ത് വീഴും. അതുകൊണ്ട് കിഴി നല്ലോണം ഒന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിക്കണം. അത് കുറച്ചും കൂടി സേഫ്. അതല്ലേ, ഓക്കെ, കെട്ടി വെച്ച് കൊടുക്കാം. കെട്ടാൻ കുറച്ച് സമയം എടുക്കും ഗൈസ്. അങ്ങനെ നമുക്ക് അടിക്കാം ഗൈസ്. അപ്പോൾ വെയിറ്റ് ചെയ്യൂ. അപ്പോൾ നമ്മൾ അടിക്കാൻ പോകുകയാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ കാണിക്കാം. പക്ഷെ ഇങ്ങനെയൊന്നും അടിച്ചിട്ടൊരു കാര്യമില്ല ഗൈസ്, പൊട്ടത്തില്ല. കുറച്ച് സമയം എടുക്കും. നമുക്ക് നല്ലോണം തല്ല. അപ്പോൾ തല്ലിക്കഴിഞ്ഞിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇങ്ങനെയൊന്നും അടിച്ചിട്ട് കാര്യമില്ല. യൂട്യൂബിൽ കാണുമ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഈസി ആയിട്ട് വരും. പിന്നെ നീല കളറായതുകൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. യൂട്യൂബിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ വരും. പക്ഷെ ഇതങ്ങനെ വരുന്നില്ല. നമ്മളങ്ങനെയാണ് വിചാരിച്ചത്, പക്ഷെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ അമ്മിക്കല്ല് യൂസ് ചെയ്തിട്ട് അടിച്ച് നോക്കാം കേട്ടോ. തുണി കീറുമെന്ന് നല്ല ഡൗട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് കല്ലിട്ട് അടിച്ചു കൊടുക്കാം ഗൈസ്. അമ്മിക്കല്ല് വെച്ച് അടിച്ചിട്ട് കൈക്കിട്ടടിച്ചടിച്ച് ഗൈസ് ഈ വിരലിട്ട് മരവിച്ച് പോയി, പനക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ ക്യാമറമാൻ കണ്ണുവിനെ കൊണ്ട് നമുക്ക് അടുപ്പിക്കാം. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ കണ്ണു അടിക്കുകയാണ്. കണ്ണു അടിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. കണ്ണുവിൻ്റെ ശക്തിയൊക്കെ പുറത്ത് വരട്ടെ. ആൾക്കാണ് ഞാൻ.
ചമ്മന്തി ആട്ടെ. ചമ്മന്തി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കിഴി തുറക്കാം കേട്ടോ. മതി. അയ്യോ. അപ്പോൾ ഗൈസ് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തിന്നിട്ടുള്ള എല്ലാവരുടെ അഭിപ്രായം കാണാം. സൂപ്പർ ഗൈസ്. ഇഷ്ടപ്പെട്ടാ? ക്യാമറമാൻ എടുക്കാം കേട്ടോ ഗൈസ്. അടിപൊളി ഗൈസ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാണ് സൂപ്പർ. അടിപൊളി സാധനം.